അള്ളാഹുവിന് മഹത്തായ 99 നാമങ്ങളുണ്ട്. ആ 99 നാമങ്ങൾ കാണാതെ പഠിച്ചവൻ സ്വർഗത്തിലാണ്. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നലില്ലാഹി ഇസ്മു മിആ ഇല്ലാ വാഹിദ. അല്ലാഹുവിന് മഹത്തായ 99 നാമങ്ങളുണ്ട്. ഫമൻ ഹസാഹാ ദഖലൽ ജന്ന. ആരൊരുവൻ അത് മനഃപ്പാഠമാക്കുന്നു, അത് പരിപൂർണമായി വ്യക്തമായി പഠിച്ചു വെക്കുന്നു, അവന് തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രല്ല അതിനുള്ള ശ്രേഷ്ഠത കേട്ടോ. 99 പേര് റബ്ബിനുള്ളതാ. അസ്മാഉൽ ഹുസ്ന ഹദീസിൽ വന്നതാ. കാണാതൊരാൾ പഠിക്കുന്നു എന്നാൽ പേരിത് സ്വർഗത്തിലാണവനും ഹദീസിൽ ഉണ്ടിത്. പറയുന്നതും കേട്ടിട്ടമൽ ചെയ്യേണ്ടതാ. അല്ലാഹു ജല്ല ജലാലവൻ മലക്കൊന്നിനെ പടച്ചിട്ടുമുണ്ടതു കേൾക്ക് രൂപം എങ്ങനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിച്ച രൂപം പറയാം. അതാ കേട്ടോ, എങ്ങനെയാണ് ആ മലക്കിനെ സൃഷ്ടിച്ചതെന്ന് കേട്ടോ. ആ മലക്ക് ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ വലിയ ഇബാദത്താണ് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 10 വട്ടം ചൊല്ലണം നമ്മൾ ഈ ചൊല്ലിയ നാമം. നമ്മളിപ്പോ ചൊല്ലിയത് യാ അല്ലാഹു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്. അങ്ങനെ വേണോ? അത് വേണമെന്നില്ല. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ മലിക്കു യാ ഖുദ്ദൂസ് മതി. അങ്ങനെ ചൊല്ലിയാൽ മതിയാവുന്നതാണ്. പക്ഷെ 10 പ്രാവശ്യം ചൊല്ലണം സുബഹിക്ക് ശേഷം. അവന് കിട്ടുന്ന നേട്ടം ഇതാ കേട്ടോ. അസ്മാഉൽ ഹുസ്ന 10 പ്രാവശ്യം സുബഹി കഴിഞ്ഞ് ചെല്ലുന്നവന് കിട്ടുന്ന നേട്ടം കേട്ടോ. അല്ലാഹു ജല്ല ജലാലവൻ മലക്കൊന്നിനെ പടച്ചിട്ടുമുണ്ടതു കേൾക്ക് രൂപം എങ്ങനെ. അവർക്കുള്ള തലയും 1000 എന്നുണ്ട്. ഓരോരോ തലയിൽ 1000 മുഖമുണ്ട്. 1000 തല, ഓരോ തലയിലും 1000 മുഖം. ഓരോരോ മുഖമിൽ 1000 വായുണ്ട്. ഓരോരോ വായിൽ നാക്കുമായിരമുണ്ട്. അല്ലാഹു മലക്കുകളെ സൃഷ്ടിച്ചു. ചില മലക്കുകൾ, ആ മലക്കുകളുടെ തല തന്നെ 1000 ഉണ്ട്. ഓരോ തലയിലും 1000 മുഖമുണ്ട്. ഓരോ മുഖത്തിലും 1000 വായയുണ്ട്. ഓരോ വായിലും 1000 നാക്കുണ്ട്. റബ്ബ് സൃഷ്ടിച്ചാൽ നമുക്കതിന് സാധിക്കുന്നതാണല്ലോ. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് കഴിവുള്ളവനാണ്. ഹദീസാണിത്. അപ്പൊ ഇങ്ങനത്തെ ഒരു മലക്ക്. അപ്പോൾ അവർക്ക് നീ നോക്ക് നാക്കിന്റെ എണ്ണവും കോടിക്കണക്കിനുമുണ്ട് കൂട്ട് നീ കൃത്യവും. കോടാനു കോടി നാക്കുകളായിരിക്കും അവർക്കുണ്ടാവുക. കാരണം 1000 തല, ഓരോ തലയിലും 1000 മുഖം, ഓരോ മുഖത്തിലും 1000 വായ, ഓരോ വായിലും 1000 നാക്ക്. അങ്ങനെ ചിന്തിച്ചു നോക്ക് എത്രയാണുള്ളത്. മാഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഈ മലക്കുകളുടെ ജോലി എന്താ? അങ്ങനത്തെ ചില മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ജോലി എന്താ? തസ്ബീഹ് ചെയ്യും ജോലിയാ മലക്കിന്. ഈ നാക്ക് കൊണ്ട് നിരന്തരം റബ്ബിന് തസ്ബീഹ് ചെയ്യും ജോലിയാ മലക്കിന്. ഈ നാക്ക് കൊണ്ട് നിരന്തരം റബ്ബിന് തസ്ബീഹ് ചെയ്യും
ജോലി ആ മലക്കിന്. ഈ നാക്കുകൊണ്ട് മറ്റൊരു ജോലിയുമില്ല. അള്ളാഹുവിന് നിരന്തരം തസ്ബീഹ് ചെല്ലുക. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്ന മലക്കുകളാണ് ഈ മലക്കുകൾ. അങ്ങനത്തെ ഒരു വിഭാഗം മലക്ക്, ഒരു വിഭാഗം മലക്കിനെ അള്ളാഹു സൃഷ്ടിച്ചു. ആ മലക്കുകൾക്ക് ഓരോരുത്തർക്കും 1000 തലയുണ്ട്. ഓരോ തലയിലും 1000 മുഖമുണ്ട്. ഓരോ മുഖത്തും 1000 വായുണ്ട്. ഓരോ വായിലും 1000 നാക്കുണ്ട്. അങ്ങനത്തെ കോടാനു 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 കോടി നാക്കുകൾ ഉള്ളതാകുന്ന മലക്കുകൾ. എത്ര നാക്കായിരിക്കും അവർക്കുണ്ടാവും? അവരൊരു സുബ്ഹാനല്ലാഹ് പറയുമ്പോ കോടിക്കണക്കിന് തസ്ബീഹാണ്. അങ്ങനത്തതാകുന്ന മലായിക്കത്തുകൾ എല്ലാവരും കൂടി ഇരുന്ന് തസ്ബീഹ് ചൊല്ലാണ്. അവരുടെ ജോലി തന്നെ തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ വാഴ്ത്തലാണ്. അല്ലാഹു പരിശുദ്ധനാണ്, അല്ലാഹു പരിശുദ്ധനാണെന്ന് വാഴ്ത്തലാണ്. ചോദിച്ചു ആ മലക്കും ഇലാഹോടതബിരും, നിനക്കുണ്ടോ ആബിദ ശ്രേഷ്ഠമായവരെന്നിലും? ഇത്രത്തോളം മഹത്വവൽക്കരിച്ചതാകുന്ന മലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നതാകുന്ന ഈ മലക്ക് ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, എന്നേക്കാൾ വലിയതാകുന്ന അടിമ നിനക്കുണ്ടോ അല്ലാ? നിനക്കുണ്ടോ അല്ലാ? കാരണം എനിക്കുള്ളത് 1000 തലയാണ്. ഓരോ തലയിലും 1000 മുഖമാണ്. ഓരോ മുഖത്തും 1000 വായയാണ്. ഓരോ വായയിലും 1000 നാക്കാണ്. നീ തന്നത് റബ്ബേ. ഈ കോടാനു 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 കോടി നാക്ക് വെച്ചുകൊണ്ട് ഞാനിതാ നിനക്ക് തസ്ബീഹും ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുകയാണ്. നിന്നെ വാഴ്ത്തിക്കൊണ്ട് നിലകൊള്ളുന്ന റബ്ബേ, എന്നേക്കാൾ വലിയതാകുന്ന ഒരു അടിമ നിനക്കുണ്ടോ അല്ലാ? നിനക്ക് ആരാധന നിർവഹിക്കുന്നവനായിട്ട് ഒരാളെങ്കിലും ഉണ്ടോ അല്ലാ? ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അത്രേ, ആദം നബി അവർക്കുള്ള മക്കളിൽ നിന്നൊരാൾ ചെയ്യുന്നതാണ് നിങ്ങളെക്കാൾ അമലുകൾ. അല്ലയോ മലക്കുകളെ, നിങ്ങളെക്കാൾ കൂടുതൽ അമലുകൾ ചെയ്തവരായിട്ട് അല്ലാഹുവിന്റെ ഹളറത്തിൽ, റബ്ബിന്റെ തിരുഹളറത്തിൽ രേഖപ്പെടുത്തപ്പെടുക ആരെ എന്നറിയുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന്, ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളുടെ പരമ്പരയിൽ നിന്ന് ആരാണെന്നറിയുമോ? അവർ അല്ലാഹുവിനെ ചെയ്യുന്നതാകുന്ന ഇബാദത്ത് ഏതെന്നറിയുമോ? അവർ ചെയ്യുന്ന ഇബാദത്ത് നിങ്ങൾ ഈ ചെയ്യുന്നതാകുന്ന തസ്ബീഹിനേക്കാൾ, നിങ്ങൾ ഈ ചൊല്ലിത്തീർക്കുന്നതാകുന്ന തസ്ബീഹിനേക്കാൾ വലിയതാകുന്ന വർണ്ണമായ പ്രതിഫലം അല്ലാഹു നൽകുമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് മറുപടി പറഞ്ഞതായി ഹബീബുനാ റസൂലുള്ളാഹി. അപ്പൊ അവർക്ക് കൗതുകമായി, ആരാണ് ആ കൂട്ടർ? ഏതാണ് ആ മഹാൻ? ആരാണ് റബ്ബേ ആ മഹാൻ? ഞാൻ ചെന്ന് കാണാൻ എനിക്ക് അനുവാദവും താ ഇന്ന്. ആരാണ് റബ്ബേ അത്തരത്തിലുള്ളതാകുന്ന വലിയ മഹാൻ? ആരാണ്? എനിക്ക് അല്ലാഹുവേ നീ നൽകിയിരിക്കുന്നതാകുന്ന ഈ കോടാനു 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 കോടി നാവുന്ന അവയവം വെച്ചുകൊണ്ട് കോടിക്കണക്കിന് തസ്ബീഹുകൾ സെക്കൻഡ് ബൈ സെക്കൻഡ് നിനക്ക് വേണ്ടി ചൊല്ലി തീർക്കുന്നവനല്ലേ റബ്ബേ. എന്നേക്കാൾ വലിയതാകുന്ന ആ മഹാൻ ചെയ്യുന്ന അമലി ഏതാണ്? ഞാനൊന്ന് പോയി എന്ന് നോക്കട്ടെ. എനിക്ക് അവനെ കാണാനുള്ള ഒരു അനുമതി നൽകണേ അല്ലാ. അനുവാദവും വാങ്ങിച്ചു കൊണ്ടിറങ്ങുന്നതായി തമ്മിൽ പരസ്പരം കണ്ട് സന്തോഷത്തിലായി. വെറും ഫർളിനേക്കാൾ കൂടുതൽ യാതൊന്നും മലക്കന്ന് കണ്ടില്ലേ മഹാനിൽ നിന്നും. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു റബ്ബിന്റെ അനുവാദത്തോടുകൂടി ആദം നബിയുടെ സന്തതികളെ വീക്ഷിക്കുകയാണ്. ഓരോരുത്തരെയും വീക്ഷിക്കുകയാണ്. ഒരു മഹാനുഭാവനെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെതാകുന്ന ജീവിതത്തിൽ ഫർളായ നമസ്കാരങ്ങളല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കാതെ തിരിച്ചു പോകവേ ഈ മലക്ക് അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ളതായ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമലേതാണ്? ഏതാണ്?
ഒരു മഹാനെ കണ്ടെത്തി ആ മഹാൻ ഫർളല്ലാത്ത മറ്റൊന്നും ചെയ്യുന്നില്ല, വേറൊന്നും നിസ്കരിക്കുന്നില്ല, വേറൊന്നും ചെയ്യുന്നുമില്ല, ഫർള് നമസ്കാരങ്ങളൊക്കെ കറക്റ്റാണ്. പിന്നെന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അമലേതാണ്? മലക്ക് നോക്കുമ്പോ ഇവന്റെ നിസ്കാരം വെച്ച് നോക്കുമ്പോ എന്റെ ഒരൊറ്റ തസ്ബീഹ് മതി, എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ കോടാനുകോടി നാവ് കൊണ്ടുള്ള ഒരൊറ്റ തസ്ബീഹ് കൊണ്ട് ഇവന്റെ ഈ നിസ്കാരത്തെക്കാളൊക്കെ വലിയതാവും. പിന്നെന്താ ഇവൻ വലിയ രഹസ്യമായിട്ട് വല്ല അമലുണ്ടോ? ചോദിച്ചു. അപ്പോൾ മലക്കവർ ചോദ്യമായവരോട് എന്തുണ്ട് ഇതു കൂടാതെ പറയെന്നോട്, ഇതല്ലാതെ വേറെന്തെങ്കിലും ദിക്റുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളോടൊന്ന് പറഞ്ഞു തരണം എന്ന് ഈ മലക്ക് ചോദിച്ചു വന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ ചെയ്യുന്നറിയോ? എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ, ഞങ്ങളിപ്പോ ഈ ഫർള് കണ്ടില്ലേ, അതുകൂടാതെ ഞാൻ ചെയ്യുന്ന ഒരു അമൽ ഇതാണ്. സുബഹിക്ക് ശേഷം ചെല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന വെറും 10 സുബഹിക്ക് ശേഷം ചൊല്ലുമേ ഞാൻ നിത്യവും അസ്മാഉൽ ഹുസ്ന വെറും 10 ഇത് ഇബ്നു ഹിബ്ബാൻ തിർമുദി റിപ്പോർട്ടും ചെയ്തിട്ടുമുണ്ടേ ഹാക്കിം ഇമാം സപ്പോർട്ടും. സുഹൃത്തുക്കളെ ഇത് എത്ര ലാഭം ഉള്ളതാ, 12 മിനിറ്റിൽ 10 തീർക്കാവുന്നതാ. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന തലവാ ഉസ്താദ് അവിടുത്തെ അൽ മവാഹിബുൽ ജലിയയിൽ ഒരു അധ്യായം തന്നെ തീർത്തിരിക്കുകയാണ് അസ്മാഉൽ ഹുസ്നയുടെ ശ്രേഷ്ഠതകൾ എന്ന് വിവരിച്ചുകൊണ്ട്. 58ാമത്തെ അധ്യായം അതാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ. അദ്ദേഹം ചോദിക്കുന്നു, സുഹൃത്തുക്കളെ ഇത് എത്ര ലാഭം ഉള്ളതാ, 12 മിനിറ്റിൽ 10 തീർക്കാവുന്നതാ. വെറും 12 മിനിറ്റേ ഉള്ളൂ മാക്സിമം. അങ്ങേയറ്റം നിങ്ങൾ എടുത്താൽ തന്നെ നല്ല വൃത്തിയായി ചൊല്ലാൻ എടുക്കുന്ന സമയം 10 സുഖമായിട്ട് തീർക്കാം. അപ്പൊ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം മറ്റുള്ള ഔറാദുകൾ, സാധാരണ നമ്മൾ ചൊല്ലുന്ന ഔറാദുകൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഈമാൻ സലാമത്താകാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചിരുന്നു, അതൊക്കെ ചൊല്ലി സാധാരണയുള്ള വെറുതുകളും ഔറാദുകളും ഒക്കെ കഴിഞ്ഞ് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് കാലനക്കാതെ അങ്ങനെ തന്നെ ഇരുന്ന് ഇടയ്ക്ക് സംസാരിക്കാതെ ഒരു 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് വേണം ചെറിയൊരു ദുആ ചെയ്തിട്ട് എഴുന്നേക്കാൻ. എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ വിജയം വരും. നിങ്ങളങ്ങനെ ചെയ്തു നോക്ക്. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ, അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. രാത്രി 2:30-3 മണി മാക്സിമം പോകുമ്പോ ബഹുമാനപ്പെട്ടതാകുന്ന മർഹൂം ശൈഖുന തഴവാ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ അവിടുന്ന് എഴുന്നേക്കുമായിരുന്നു. എല്ലാ ദിവസവും കടക്കുന്നത് തന്നെ 1 മണിയാകുമ്പോഴാണ്. അതും കിടക്ക വിരിച്ചിട്ടുള്ള ഒരു കടത്തമില്ല, പുതപ്പ് പുതച്ചിട്ടുള്ള ഒരു കടത്തവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കിതാബ് മുത്താല ചെയ്ത് അതിങ്ങനെ വായിച്ചു ഒരു പക്ഷേ അതിലേക്ക് വീഴും, ഉറങ്ങി അങ്ങനെ വീഴും. ചിലപ്പോൾ അങ്ങനെ കിടക്കുമ്പോ ഭാര്യ വന്നിട്ട് വിരിപ്പ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വിരിച്ചിട്ട് അങ്ങോട്ട് ചരിച്ചു കടത്തും. അങ്ങനെ ഉറങ്ങിയാലായി 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് എഴുന്നേക്കാണ്. 2:30 ആവുമ്പോ എഴുന്നേക്കാൻ. അവസാന നാളുകൾ എത്തിയപ്പോ വലിയ അലാറം വെക്കാണ്. കാരണം തീരെ ക്ഷീണം കാരണവും രോഗശയ്യ കാരണം ബുദ്ധിമുട്ടായപ്പോ, രോഗം കാരണം പ്രയാസമായപ്പോ, എഴുന്നേൽക്കാൻ പ്രയാസകരമാകുന്ന സമയത്ത് അദ്ദേഹം അലാറം വെച്ച് എഴുന്നേൽക്കാൻ. അപ്പോഴും ഭാര്യ ചോദിച്ചു, അള്ളാഹു നമുക്ക് എല്ലാവിധ തൗഫീഖൊക്കെ നൽകിയതല്ലേ, ഒരല്പം കൂടി നിങ്ങളുടെ ശരീരം ഇങ്ങനെ ക്ഷീണിപ്പിക്കണ്ടല്ലോ, ഒരല്പം കൂടി ഉറങ്ങിക്കൂടെ? അപ്പോൾ അദ്ദേഹം പറയുന്നത്, റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണ്ടേ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിച്ച സമയത്ത് കാലിൽ നീര് കെട്ടി വീർത്തപ്പോൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ചെന്ന് ചോദിച്ചപ്പോൾ, എന്തിനാ ഇങ്ങനെ പ്രയാസപ്പെടുന്ന നബിയെ, കാല് നീര് കെട്ടി വീർക്കാൻ മാത്രം ഇങ്ങനെ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ശരീരത്തെ പ്രയാസപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ നബി കൊടുത്ത ഒരു മറുപടിയുണ്ട്. അതേ മറുപടിയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂറ, നന്ദിയുള്ള ഒരു അടിമയായി ഞാൻ മാറണ്ടേ എന്ന് പറഞ്ഞ് മഹാനുഭാവൻ നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുത്തുകൊണ്ട് ഖിബലയ്ക്ക് നേരെ തിരിഞ്ഞാല് അവസാന നാളുകൾ വരെ സുബഹി വരെ നിസ്കാരവും ഖുർആനോത്തുമായി നിലകൊള്ളാൻ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളും.
12 മണിവരെ കിതാബ് മുത്താലയത്ത് ഇൽമിയായ ചർച്ചകളാണ്. ഒരു ആലിമീങ്ങൾക്കെല്ലാം അവസാന നാളുകളിൽ അദ്ദേഹം കൊടുത്തിരുന്നത്, സമയം അനുവദിച്ചിരുന്നത് കേവലം 2 മിനിറ്റ് മാത്രമാണ്. സാധാരണക്കാർക്ക് 1 മിനിറ്റ്, ആലിമാണെങ്കിൽ 2 മിനിറ്റ്. കാരണം കൂടുതൽ ഇവിടെ സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഭൗതികമാകട്ടെ ഭൗതികമാകട്ടെ എന്ത് വിഷയമായിക്കോട്ടെ, എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് പാരത്രിക ലോകത്തേക്ക് അമല് ചെയ്യാനും ഈ സമയം കുറവാണെന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് തന്നെ പിന്തിരിപ്പിക്കുമായിരുന്നു. ആളുകളോട് കൂടുതൽ സംസാരിച്ചിരിക്കാൻ തയ്യാറാകാത്ത ഘട്ടങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ ആണെങ്കിലോ 10 പേരെ കിട്ടുമ്പോൾ വർത്താനം പറയാം. അങ്ങനെ സുബൈ നിസ്കരിച്ചാൽ, സുബൈ ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് പോവാൻ, തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോവാൻ. അവ്വൽ സഫിൽ വരും, ഒന്നാമത്തെ സഫിൽ തന്നെ വെക്കും, ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കും. തലവാ ഉസ്താദ് എവിടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വാതിന് പോയിരുന്നാലും താമസിക്കുക പള്ളിയിൽ തന്നെയാണ്. മറ്റാരുടെ വീടുകളിൽ പോയി കഴിവതും അദ്ദേഹം ഉറങ്ങാറില്ല. എന്തുകൊണ്ട്? ജമാഅത്തിനെ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. 60 വർഷക്കാല ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒരൊറ്റ ജമാഅത്ത് പോലും അദ്ദേഹത്തിന് മുടങ്ങിയിട്ടില്ല എന്ന ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ 60 വർഷത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരൊറ്റ ജമാഅത്തായ നമസ്കാരം മുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം നമ്മൾ. യാത്രയിലാണെങ്കിൽ പോലും അതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കും. ഒരാളെയും കൂടെ കൂട്ടി ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കും. അങ്ങനെ ശീലിച്ചിരുന്നു. അവ്വൽ വഖത്തിൽ നിസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, ആ നമസ്കാരങ്ങളൊക്കെ തന്നെ ജമാഅത്തായി 27 ഇരട്ടി പ്രതിഫലം കിട്ടണമല്ലോ, അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മരണം വരെയും അങ്ങനെ ശ്രദ്ധിച്ച ഒരു മഹൽ വ്യക്തിത്വം. സുബൈ നമസ്കാരം പള്ളിയിൽ കഴിഞ്ഞാൽ അദ്ദേഹം കിബിലയിൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. നിസ്കാരത്തിന്റെ ഔറാദുകളും ഒക്കെ കഴിഞ്ഞ് ആ ഇരിപ്പിരുന്നിട്ട് അസ്മാഉൽ ഹുസ്ന 11 പ്രാവശ്യം ഓതിയതിന് ശേഷമല്ലാതെ കാല് തിരിക്കാറില്ല. ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതല്ല, അള്ളാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. നമ്മുടെ നാട്ടിൻപുറത്ത് ജീവിച്ച മഹാനുഭാവനാണ്. അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ആ നാട്ടിലെത്തിയാൽ മതി, വേറെ എവിടെയും പോകണ്ട. ജനങ്ങൾക്ക് എല്ലാവർക്കും സുവ്യക്തനാണ്. അതുകൊണ്ടാണല്ലോ ഇന്നും കേരളക്കരയിൽ മാത്രമല്ല എല്ലാ ആലിമീങ്ങളും, ഏത് വിഭാഗക്കാരാകട്ടെ ഏത് വ്യക്തികളാകട്ടെ എല്ലാവർക്കും അദ്ദേഹം സുസമ്മതനാണ്. ആർക്കും അദ്ദേഹത്തോടൊരു വെറുപ്പില്ല, വിദ്വേഷമില്ല, വൈര്യമില്ല. എല്ലാവർക്കും വലിയ താല്പര്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. കാരണം തികഞ്ഞ ആത്മീയതയിൽ ചാരിച്ച ജീവിതമായിരുന്നു. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അവർ ജീവിച്ചതാകുന്ന നല്ല വഴിയിൽ നല്ല മാർഗങ്ങൾ കണ്ടെടുത്തുകൊണ്ട് ജീവിതം പ്രാവർത്തികമാക്കാൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തുകൊണ്ടാണ് അവരൊക്കെ മരണം വരെയും ഈ അസ്മാഉൽ ഹുസ്ന ഇങ്ങനെ നിസ്കാരത്തിന് ശേഷം സുബൈക്ക് ശേഷം നിത്യമാക്കിയത്? ഈ ഹദീസിന്റെ ബലത്തിലാണ്. ഒരു ഹദീസ് കണ്ടാൽ അത് അമൽ ചെയ്യും, അത് വിട്ടുകളയൂല, അതത്ര നിസാരമായി തള്ളിക്കളയൂല. ലൈഫായ ഹദീസ് ആണെങ്കിൽ പോലും അമലിന് പറ്റുമെന്ന് ഇമാം നവവി തങ്ങൾ അദ്കാറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ഹദീസ് കണ്ടാലും അത് നിസാരമാക്കൂല. അതെല്ലാം അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്നു, അമൽ കൊണ്ടുവരുന്നു. പറച്ചിലിൽ മാത്രമല്ല, ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്നു. അള്ളാഹു നമുക്കും അത്തരത്തിലുള്ള മഹോന്നതമായ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളോടും എന്നോടുമായി ഉണർത്തുകയാണ്, സുബഹി കഴിഞ്ഞിട്ട് കഴിവതും നമ്മളൊക്കെ ഒരു 10 പ്രാവശ്യമെങ്കിലും അസ്മാഉൽ ഹുസ്ന ചൊല്ലണം. അള്ളാഹുവിന്റെ നാമമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്ത് വെച്ച് ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹു യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹു യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹു യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹു യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹു യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹു യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ്
يا قابض يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محصي يا الله يا مبدئ يا الله يا معيد يا الله يا محيي يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله
യാ മുഖ്സിതു യാ അല്ലാഹു യാ ജാമിഉ യാ അല്ലാഹ് യാ ഗനിയു യാ അല്ലാഹു യാ മുഗ്നി യാ അല്ലാഹ് യാ മാനിഉ യാ അല്ലാഹു യാ ളാറു യാ അല്ലാഹ് യാ നാഫിഉ യാ അല്ലാഹ് യാ നൂറു യാ അല്ലാഹു യാ ഹാദി യാ അല്ലാഹ് യാ ബദീഉ യാ അല്ലാഹു യാ ബാഖി യാ അല്ലാഹ് യാ വാരിസു യാ അല്ലാഹ് യാ റഷീദു യാ അല്ലാഹു യാ സബൂറു യാ അല്ലാഹു الذي لم يلد ولم يولد ولم يكن له كفوا أحد. ചൊല്ലിക്കോ യാ അല്ലാഹു യാ അല്ലാഹു ഫർജ്നാ മിൻ വബാ യാ അല്ലാഹു യാ അല്ലാഹു ഫർഹ്നാ ബിന്നൂബാ بأسمائك الحسنى انصرنا يا الله عجل بالفتح يا الله يا الله يا الله يا الله صلوا يا الله يا الله فرجنا من وبا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله يا الله صلوا يا الله يا الله فرجنا من وبا يا الله يا الله فرحنا بالنوبة بأسمائك الحسنى انصرنا يا الله عجلنا بالفتح يا الله يا الله يا الله يا الله يا الله يا الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിക്കട്ടെ. അപകടങ്ങളെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അവന്റെ ത്വാഅത്തിനായി അല്ലാഹു നമുക്കേവർക്കും നസീബാക്കട്ടെ. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സർവ്വവിധ പാപങ്ങളും വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാഹ്.
ഹൃദയത്തിൽ നഖത്തെ നീക്കം ചെയ്യണേ അല്ലാ, അഹങ്കാരത്തെ നീക്കണേ അല്ലാ, ലോകമാന്യത നീക്കണേ അല്ലാ. നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട്, നീ സാധൂകരിക്കണേ അല്ലാ. ക്യാൻസർ അടക്കമുള്ളതാകുന്ന സർവ്വവിധ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് പരിപൂർണമായ മുക്തമായ ജീവിതം നൽകണേ അല്ലാ. ശാരീരികമാകുന്ന സിഹത്ത് കാമിലാക്കണേ അല്ലാ. പലവിധമാകുന്ന ഓപ്പറേഷനുകൾക്ക് വിധേയമായവരുണ്ട്, നീ പരിപൂർണമായ സിഹത്തോട് അനുഗ്രഹിക്കണേ അല്ലാ. നീ സിഹത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും നീ നിലനിർത്തണേ അല്ലാ. നീ നിലനിർത്തി നൽകണേ അല്ലാ. കടം കൊണ്ട് വലിയുന്നവരുണ്ട് റബ്ബേ, ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ റബ്ബേ. നൽകിയിട്ടുള്ള സമ്പത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വേതനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ വേതനം നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ റബ്ബേ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ ചേർക്കണേ അല്ലാ, മുഖ്ലിസീങ്ങളിൽ ചേർക്കണേ അല്ലാ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ ഔറാദുകൾക്ക് ശേഷം കാലനക്കാതെ ശരീരമനക്കാതെ ഖിബിലക്ക് നേരെ മുന്നിട്ടുകൊണ്ട് മറ്റുള്ളവരോട് മറ്റുള്ള സംസാരങ്ങളില്ലാതെ നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ 99 നാമങ്ങൾ 10 പ്രാവശ്യം റാഹത്തായിട്ട് ആവർത്തിച്ച് ചൊല്ലി തീർക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. 10 മിനിറ്റ് സമയം അതിനുവേണ്ടി ചെലവഴിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഭാര്യ സന്താനങ്ങളെയും കുടുംബാദികളെയും മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും അയൽവാസികളെയും നാട്ടുകാരെയും കൂട്ടുകാരെയും സമൂഹത്തെയും മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഒരുപാട് ആളുകൾ പലവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് വാട്സാപ്പിലൂടെയും ലൈവായും അല്ലാതെയും ഒക്കെ ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ട്, ഫോൺ വിളിച്ച് പറഞ്ഞവരുണ്ട്, മെസ്സേജ് അയച്ചവരുണ്ട്, വോയിസ് മെസ്സേജ് അയച്ചവരുണ്ട്, ടെക്സ്റ്റ് മെസ്സേജ് അയച്ചവരുണ്ട്. എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നീ തീർത്തു കൊടുക്കണേ റബ്ബേ. കടം കൊണ്ട് വലയുന്നവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. ഇഖാമ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ലൈസൻസ് ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് സഹോദരിമാരുണ്ട്, ഗർഭിണികളാകുന്ന സഹോദരിമാര് നീ സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സാലിഹും സാലിഹത്തുമായ മക്കളെ നൽകണേ റബ്ബേ. സർവോപരി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അന്ത്യം നീ വിജയിപ്പിക്കണേ അല്ലാ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണക്കണേ അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അന്ത്യം നീ വിജയിപ്പിക്കണേ അല്ലാ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണക്കണേ അല്ലാ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സർവരുടെയും ഹദറത്തിലേക്ക് ഞങ്ങൾ ഓതിയതിന്റെ സർവ്വതിന്റെയും മിസ്ൽ സവാബ് ഹദിയ ചെയ്യുന്ന റബ്ബേ. അത് കാരണമായവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയമാകുന്ന വിരിപ്പ് ഖബറിൽ വിരിച്ചു നൽകണേ അല്ലാ. സ്വർഗീയ വസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സർവോപരി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.